അള്ളാഹുവിന്റെ സഹായം എനിക്ക് കിട്ടാൻ അള്ളാഹുവിന്റെ സഹായം ചോദിക്കണം എന്നുള്ള ബോധം നമുക്ക് വേണം. അതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിൽ നിന്ന് അള്ളാഹുവിന്റെ സഹായം തടയുന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുമാണ്. വെറുതെ റബ്ബിനോട് സഹായം ചോദിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. ആ സഹായത്തിന് ഭംഗം അത് നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ കാരണമാവുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുമാണ്. ഉദാഹരണത്തിന് നമുക്ക് മനസ്സിലാവുന്ന ഉദാഹരണം പറയാം, എളുപ്പത്തിൽ പിടികിട്ടും. ഒരു മനുഷ്യന്റെ ഈമാൻ അളക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് വഴികളും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാവുന്ന ഒരു കാര്യം, എല്ലാവർക്കും എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കാര്യം. അതാണ് എന്ത്? നിസ്കാരം, ഫർദ് നിസ്കാരം. ഈ 5 നേരത്തെ നിസ്കാരം അത് കൃത്യമായ രൂപത്തിൽ പൂർത്തീകരിക്കുന്നതിൽ പ്രത്യേകിച്ച് ആണുങ്ങളോട് പറയും, അത് ജമാഅത്ത് കൃത്യമായി തക്ബീറത്തുൽ ഇഹ്റാമിൽ എനിക്ക് 5 വക്തിലും എത്താൻ പറ്റുന്നുണ്ടോ? നമ്മൾ ശ്രമിച്ചിട്ടും എത്താൻ പറ്റുന്നില്ലെങ്കിൽ, നമ്മൾ ദുആ ചെയ്തിട്ടും അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടും നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മനസ്സിലാക്കിക്കോ, എന്തുണ്ട്? ഒരു തടസ്സം നമ്മുടെ ജീവിതത്തിൽ നമ്മളായിട്ട് വരുത്തി വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വാജിബുകൾക്ക് തടസ്സം എന്തായിരിക്കും അറിയോ? ഹറാമുകളായിരിക്കും. ചെറിയ മക്രൂഹാത്തൊന്നും ഉണ്ടാവൂല, സാധാരണഗതിയിൽ വാജിബുകൾക്ക് തടസ്സമാകാറില്ല. ഒരു ഹറാം എന്റെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ള ചിന്ത വരണം. എന്ത് ചെയ്യാൻ പറ്റാതാവുമ്പോ, ഒരു വാജിബ് കൃത്യമായ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതാവുമ്പോൾ അവിടെ എനിക്കൊരു ഹറാമിനെ ഒഴിവാക്കാത്തതുണ്ട്, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ വാജിബ് എനിക്ക് ചെയ്യാൻ പറ്റാതാവും. ഈ രൂപത്തിൽ എന്ന് വെച്ചാൽ നമ്മൾ പരമാവധി സഹായം ചോദിക്കണം, റബ്ബിന് ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ അതിന് ആവശ്യമായ ഒരു രൂപത്തിൽ നമ്മൾ ജീവിതത്തിൽ എന്ത് ചെയ്യണം, മാറ്റിയെടുക്കാൻ നമ്മൾ തയ്യാറാവുമാണ്. അതെല്ലാ പ്രാർത്ഥനയിലും അങ്ങനെ തന്നെ, എല്ലാ പ്രാർത്ഥനയിലും അങ്ങനെ തന്നെയാണ്. ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമായില്ല, ആ പ്രാർത്ഥന നമ്മളുടെ ജീവിതത്തിൽ അതിന് ഉത്തരം കിട്ടാൻ അനിവാര്യമായ രൂപത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ മാറ്റാൻ തയ്യാറാവണം.